കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഭക്ഷണം കൊണ്ടേക്കും. കാരണം ഞങ്ങൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നവർക്കറിയാം. അങ്ങനെ നിരന്തരം കേസുകളിലും അക്രമങ്ങളിലും ഒക്കെ നെഞ്ചു വിരിച്ചു നിന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയന് അതറിയാലോ. പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ബ്രണ്ടൻ കോളേജിൽ. അതിന്റെ അനുഭവം പിണറായി വിജയൻ അറിയാലോ. അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ലേ? അദ്ദേഹം എന്ത് ആക്ഷനാണ് കണ്ടത് നിങ്ങൾക്ക് എന്നറിയാലോ. അതുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവിന്റെ മനസ്സല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത സംഭവം SRCPയുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ്, 6 MP-മാർ, 7 MLA-മാർ, മുൻ മന്ത്രിമാർ തുടങ്ങിയുള്ള നേതാക്കളാണ് ഞങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്നത്. അത്യുഗ്രശേഷിയുള്ള 18 ടിയർ ഗ്യാസ് ഷെല്ലാണ് അവർ പൊട്ടിച്ചത്, ഇന്നലെ വലിച്ചെറിഞ്ഞത്. ഇന്നലെ അതിൽ 4 എണ്ണം ഞാൻ ഉൾപ്പെടെയിരിക്കുന്ന നേതാക്കന്മാരുടെ സ്റ്റേജിന്റെ മുൻപിലാണ് വന്ന് വീണത്. 2 എണ്ണം സ്റ്റേജിന്റെ അടിയിൽ വീണു. ഈ ഗ്രനേഡുകളെല്ലാം പൊട്ടിയിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ വാഷ് ഔട്ട് ആകുമായിരുന്നില്ലേ? എന്നിട്ടും അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയണം? വാഹനത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് CPM-ന്റെ കൊട്ടേഷൻ, AKG സെന്ററിന്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള P ശശിയുടെയും നിർദ്ദേശമാണ് പോലീസ് നടപ്പിലാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം. DGP വെറും നോക്കുകുത്തിയായ ഒരു പാവം പ്രതിമ. ഒരു വാക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചില്ല. ഈ ആക്രമണത്തിന് ആര് നേതൃത്വം കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡാണ്, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി പുറത്തു നിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളാണ്. അവരുടെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗുണ്ടകൾ. ആ മഞ്ഞ വസ്ത്രവോട്ടിന് വന്ന് നിൽക്കുന്നവരൊക്കെ ഗുണ്ടകളാണ്. ആ ഗുണ്ടകളാണ് നമ്മുടെ കുട്ടികളെയൊക്കെ അടിച്ചത്. കാസർഗോഡ് മുതൽ കണ്ണൂരിലെത്തിയപ്പോൾ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം, കല്യാശ്ശേരിയിൽ വെച്ച് അടിച്ച അടി നിങ്ങൾക്കറിയാം. പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് കൊണ്ടും ഒക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അടിച്ച് തലക്കടിച്ച് പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് സമനിലയുണ്ടോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം. ഈ അടി അത്രയും അടിച്ച് തലകീറി രക്തം വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തെ തിരുത്താൻ ആ പാർട്ടിയിൽ ആരുമില്ല. ഏകഛത്രാധിപതിയാണ് ആ പാർട്ടിയിൽ. ആരും വിമർശിക്കാനില്ല, ആരും എതിർക്കാനില്ല. CPM-ന്റെ എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു? ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ നിഴൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വ്യക്തിവിരോധം തീർക്കുകയാണ് ഈ സർക്കാർ. അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന CPM-ന് ജനാധിപത്യത്തോട് പുച്ഛമാണ്. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും ഹൈഡോസും പോലുള്ള മറ്റു വാതകങ്ങളും പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാളിയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു. കേരളത്തിലെ ആദ്യത്തെ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മംഗലാപുരം കോടതിയിലാണ് ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയതാണ്. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിലെ അത് TP ചന്ദ്രശേഖരനിൽ വരെ എത്തി. സ്വന്തം സഹപ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നടന്നിരുന്ന ഒരു വെണ്ടുട്ടായി ഒരു ബാബു. ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി അകന്ന് ബാബു ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് 2-3 ദിവസമായിട്ട് വന്നില്ല. അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു പിണറായി. എന്നിട്ട് 10-25 ദിവസമാകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിനകത്ത് വക്കീലിനെ കാണാൻ തലശ്ശേരി ചിറക്കര പോകുമ്പോൾ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിലിട്ട് CPM-ന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു.
വെട്ടിക്കൊന്നു. കൊല്ലട്ടെ, ഒരാളെ കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ കൽപ്പിച്ചു ഈ പിണറായി വിജയനും പാർട്ടിയും. പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആരും ഉണ്ടായില്ല. അടുത്ത ബന്ധുക്കൾ മാത്രം 2-3 ആളുകൾ. അങ്ങനെ മഴ, ബോഡി മറവ് ചെയ്യാൻ കുണ്ടുകുഴിക്കാൻ ആളില്ല, പിക്കാസില്ല, അവിടെ നാട്ടുകാരില്ല, അയൽവക്കക്കാരില്ല, ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ബോഡി വെച്ച് അടുത്ത കുടുംബക്കാരെ വീട്ടിലിരിക്കുന്നു. ആ വീട്ടിന്റെ അടുത്താണ് അന്ന് SN കോളേജിലെ KSUവിന്റെ വൈശവനായിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി, പേര് മറന്നുപോയി. അവരന്ന് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ആളുകളില്ല ഇത് മറവ് ചെയ്യാൻ, അതുകൊണ്ട് സുഖമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടിൽ നടാലിൽ നിന്ന് 3 ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത്, ലൈറ്റില്ല, പെട്രോമാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന്, അവിടെ പെട്രോൾ മാക്സും ഒക്കെ എടുത്ത് 15 ആളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോഡി മറവ് ചെയ്തത്. അതാണ് പിണറായി വിജയൻ. കൊല്ലുക മാത്രമല്ല, മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം. അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖമെന്ന് നിങ്ങൾ ഓർക്കണം. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും മനസ്സാണിയാൾക്കുള്ളതെന്ന് എത്രയോ കാലമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ ഈ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടക്കമില്ലാതെ നേതൃത്വം കൊടുക്കാനാവും. ശ്രീ പിണറായി വിജയന് അദ്ദേഹം ഒരു സൈക്കോപാത്താണ് പറഞ്ഞാൽ അതൊരു അധികം പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സമനില പരിശോധിക്കണം, മുഖ്യമന്ത്രി മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്ന അവസ്ഥയിലുള്ള സൈക്കോപാത്താണ് തുടങ്ങിയ തരത്തിലുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ പറയുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഏകഛത്രാധിപതിയെ പോലെ വാഴലാണ് പിണറായി വിജയൻ. ഏകഛത്രാധിപതിയെ തിരുത്താൻ CPM-ൽ ആരുമില്ല എന്ന് പറയുകയാണ്. DGP ഒരു പാവയാണ്. പോലീസ് അടക്കം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ KPCC. ഇന്നലെ അവിടെ KPCCയുടെ പ്രതിഷേധ മാർച്ച് നടക്കുമ്പോൾ KPCC നേതൃത്വം ആ വേദിയിൽ ഉള്ളപ്പോൾ അവിടെ ഉണ്ടായ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ, വാട്ടർ ജെറ്റ് പ്രയോഗത്തിലൊക്കെ അത്യധികം പ്രകോപിതമാണ് KPCC നേതൃത്വം. അപ്പോൾ സമരപരിപാടികളെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു KPCC നേതൃത്വം. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPM-ന് ആരുമില്ല. പിണറായി വിജയന് കൊലയാളി മനസ്സ് തുടങ്ങിയുള്ള അതിരുകടന്ന അല്ലെങ്കിൽ രൂക്ഷമായി നേരത്തെയും കെ സുധാകരൻ പിണറായി പോര് ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടവരാണ്. അവരുടെ ഭൂതകാലത്തെ ബ്രണ്ടൻ കോളേജും അക്കാലത്തെയും വാടിക്കൽ രാമകൃഷ്ണനും അതിനെ തുടർന്ന് ഒരു ശവം മറവ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത ക്രൂരത എന്നൊക്കെ ഇവർക്ക് മറ്റ് കേരളത്തിനറിയാം, റെസ്റ്റ് ഓഫ് ദ കേരളത്തിന് അറിയാത്ത, അല്ലെങ്കിൽ അവർ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ ഏടുകൾ വീണ്ടും തുറക്കുകയാണ്. അത് ചോരയുടെ ഏടുകളാണ്, അധികം തുറക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാൻ കഴിയൂ. എന്തായാലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉറപ്പായും ഇതിനോടുണ്ടാകും. പിണറായി സൈക്കോപാത്താണ് എന്ന് കെ സുധാകരൻ പറയുമ്പോൾ ഉറപ്പായും അതിൻ്റെ മറുപടി പിണറായിയിൽ നിന്നൊക്കെ ഉണ്ടാകും. അത് വീണ്ടും പൂർവ്വകാല രാഷ്ട്രീയത്തിലേക്കും പൂർവ്വകാല ചോരയൊഴുക്കിലേക്കും പോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയുമാണ്. ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറയുകയാണ്, പീരുമേട്ടിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ക്രിസ്മസ് ആഘോഷത്തിന് നിറം മങ്ങും. അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ തേയിലത്തോട്ടം മേഖലയ്ക്ക് 1000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവണം. തേയിലത്തോട്ടം വലിയ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മാടസ്വാമി ഡോക്ടർ. ഓക്കെ, ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, ജാനകി ചേട്ടാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചോദിക്കാൻ തോന്നുന്നില്ല കഴിച്ചോന്ന്. ഇല്ല ജാനകി കഴിച്ചില്ല, 2:30 കഴിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിക്കുക. KSRTC ജീവനക്കാരും പെൻഷൻകാരും ഇനിയെങ്കിലും രക്ഷപ്പെടുമെന്ന് സുരേഷ് കുമാർ ചോദ്യം. രക്ഷപ്പെടട്ടെ, ജീവനക്കാരാണ്, അവർ ചെയ്ത ജോലിക്കുള്ള ശമ്പളം കിട്ടാൻ 100% അർഹതയുള്ളവരാണ്. ഷമി സുലൈമാൻ, ഹാഷ്മിയും മുറാദ് സിയാൻ പറഞ്ഞത് തെറ്റ് ചെയ്താൽ നടപടിയെടുക്കപ്പെടും, ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് ഈ അങ്കലാപ്പ് എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീതയ്ക്കെതിരെ കേസാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതൊരു കള്ളക്കേസ് എടുക്കലും ആ കേസ് കോടതിയിൽ പോയി കോടതിയുടെ വരാന്തയിൽ തന്നെ നമുക്കത് ക്വാഷ് ചെയ്ത് കളയലും ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് വ്യവഹാര വഴിയിൽ മാത്രം കാണില്ല. ഇത് മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് വലിയ തോതിൽ പ്രതിസന്ധിയിലാണ്. നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ എണ്ണം അങ്ങ് പെരുങ്കുഴിയിലേക്ക് പോകുന്നു എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നതാണ് CPM ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന സമയത്ത് ആ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ കുറവ് വരുന്നതിലേക്ക് കേരളത്തിൽ നിന്നുള്ള സംഭാവനകൾ നൽകുന്നത് ശരിയാണോ പോലെയുള്ള കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിലേക്ക് അതിനെ കൊണ്ടുപോകാം. അല്ലാതെ ജസ്റ്റ് ഒരു വ്യവഹാരം, ഒരു കള്ളക്കേസ് എടുക്കൽ, അതിനെ കോടതിയിൽ പോയി തിരുത്തൽ എന്നുള്ള ചെറിയ വ്യവഹാരത്തിലേക്ക് വരല്ലേ, കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് വാ എന്ന് ഞാൻ മുറാദ് സിയാനോട് പറയുകയാണ്. ഓക്കെ, സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ തിരുവല്ലയിലെ പാർട്ടി പ്രാദേശിക നേതാവിനെ പുറത്താക്കാൻ CPIM തീരുമാനം.
കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി CC സജിമോനെതിരെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നടപടി. ഒരു മിനിറ്റ്. കെ സുധാകരൻ ഇപ്പോൾ തുടരുകയാണ്. കുറച്ചുകൂടി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. നേരത്തെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുപോയത്. കെ സുധാകരൻ തുടരും. ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു, സംരക്ഷിക്കുകയും ചെയ്തു. അവരെ ആ തെറ്റ് തിരുത്താൻ കോടതി വേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു. കോടതി അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കോടതി പറഞ്ഞ ശേഷമാണ് ഗൺമാനെതിരെ FIR കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല. പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നു. ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തിനാണ് എനിക്കെതിരെ കേസെടുത്തതെന്ന് മനസ്സിലായില്ല. ജാമ്യമില്ലാത്ത കേസാണ് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്താണ് എന്റെ കുറ്റമെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ഈ കുറ്റം അത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ എന്ത് നിയമം, എന്ത് നീതി, എന്ത് നിയമവാഴ്ച പരിശോധിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തേണ്ട ഒരു അവസരമല്ലേ ഇത്? ഓരോ ജില്ലയിലും 2000-ത്തിലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയത്. പോലീസുകാരെ മുഴുവൻ പിണറായി കൊണ്ടുപോയതുകൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടനം അലങ്കോലമായി. അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി പലരും ക്ഷേത്ര ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. ഈ വർഷത്തെ ദർശനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അതെല്ലാം തടുത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ്. കരിങ്കൊടി കാട്ടാൻ പോലും അനുവാദമില്ലാത്ത കേരളം ഉത്തര കൊറിയയല്ലെന്ന് പിണറായി വിജയൻ ഓർക്കണം. അവിടുത്തെ ഏകാധിപതി കിങ് ഓഫ് യൂണിയനെ പോലെയാകാനാണ് പിണറായി ശ്രമിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം പിണറായിക്ക് അതിന് സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആർക്കാണ് മാധ്യമങ്ങൾ വിലയിരുത്തും? ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സാധാരണക്കാരനെ കാണുന്നില്ല. അവന്റെ പരാതി കേൾക്കുന്നില്ല. അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു. അത് സർക്കാർ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ പോരെ? എന്തിനിവിടെ പോണം? എന്തിനിവിടെ പോണം? ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. കണ്ട് പഠിക്കണമിടോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി, അത് ജനസമ്പർക്ക പരിപാടി, ജനലക്ഷങ്ങളുടെ കണ്ണീരൊപ്പിയ പരിപാടി, ജനലക്ഷങ്ങളെ നേരിൽ കണ്ട പരിപാടി, ജനലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി, ആ ജനലക്ഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ നടപടി. കേരളത്തിലല്ല, ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഈ നവകേരള യാത്രയും തമ്മിൽ ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയത്. കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ? പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ചകത്തിടുകയാണ്. പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ്. പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്ത് മാധ്യമങ്ങളാ? എല്ലാത്തതിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോ, പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചില്ല? നിങ്ങൾക്ക് പത്രസ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ? ആ പത്രസ്വാതന്ത്ര്യത്തിന് ഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കുറ്റം ചെയ്തത്? എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? ആ ബാധ്യത എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പോലീസിന്റെ നരനായാട്ടിനെതിരെ 27-ന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര്. തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും. 2024 പിണറായിക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ? എന്താണ് പരിഹാരം? ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ കോടതിയിൽ പോകും. ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും
അന്യായമായി തടങ്കിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ വക്കീൽമാരെ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം. ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റ് സമരമുറകളെ കുറിച്ചൊക്കെ UDF തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച കഴിയുന്നതിന് ശേഷം മറ്റ് സമരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം. ജുഡീഷ്യൽ അതെ 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 ഇന്നലത്തെ മാത്രമല്ല, ജനറലായി ഞാൻ ചോദിക്കുന്നു, കാസർഗോഡ് മുതൽ തുടങ്ങി ഈ എല്ലാ സ്ഥലത്തും ഇത് നടന്നില്ലേ? എവിടെയായി നടക്കാതിരിക്കുന്നത്? ഇന്നലത്തത് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞത് ജനറലായി ഈ പറയുന്ന പരിപാടിക്കകത്ത് CPM നവകേരള സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ജീവൻ രക്ഷ നടത്തേണ്ടുന്ന മുഖ്യമന്ത്രിയാണ് സ്വയം ആളുകളെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ പറയുന്ന നമ്മളെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ? ഇതൊക്കെ എന്താ സാധനം പരിശോധിക്കുക. ഇതൊക്കെയാണ് ഇന്നലെ ഞങ്ങളെ സ്റ്റേജിൽ നിൽക്കാൻ വന്ന് വീണതായി സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ടാകുന്നതാണ്. ഇതൊക്കെ പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങൾ ഇത് പൊട്ടിയ ഇതിന്റെ സംഭവം, ഇത് പൊട്ടിയാൽ ഞങ്ങളൊക്കെ ഒരു മരിക്കൂല്ലെങ്കിലും ചതറും, കാലും കൈയൊക്കെ പോകും, ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല എന്ന് മാത്രം. അത് പഠിച്ചോണ്ട് ഭാഗ്യം. വീരം കൂടിയ ഷെല്ല. നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ പുകയൊന്നും കിട്ടിയിട്ടില്ലേ? എല്ലാവരും ഓടിയോ? ഓടിയ വൈക്ക് പുല്ല് പറിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നേതാക്കന്മാരും നേടിയിട്ടില്ല. ഇതിന് പരിക്ക് പറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുള്ളൂ അവിടെ നിന്ന്. ബാക്കി എല്ലാവരും ആ പരിസരത്തുണ്ട്. ഞങ്ങൾക്കൊക്കെ ചുമ വന്നു. ചുമ എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ചുമയാണ്. ഏത് സത്യസന്ധമായ റിപ്പോർട്ടാണ് ചെയ്തത്. ഇരട്ടത്താപ്പാണ്. പ്രതികരിക്കണം നിങ്ങൾ. ഞങ്ങളുണ്ടല്ലോ കൂടെ. നിങ്ങളെ പിറകിൽ ഞങ്ങളുണ്ട്. കൈ മുഷ്ടി ചുരുട്ടി ഞങ്ങൾ നിൽക്കാം. ഒന്നും ജനാധിപത്യത്തോടൊപ്പമല്ലേ കോൺഗ്രസ്? ജനാധിപത്യ അവകാശം പ്രൊട്ടക്ട് ചെയ്യണത് മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരൻ്റെതായാലും നിരക്ഷരൻ്റെതായാലും സാക്ഷരതയുള്ളവനായാലും വൈശ്യ സമ്പന്നൻ്റെതായാലും തൊഴിലാളിയുടേതായാലും പട്ടിണിക്കാരൻ്റെതായാലും കോടീശ്വരൻ്റെതായാലും നീതിക്ക് വേണ്ടി പോരാടാൻ അതിൻ്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാകും. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിന്റെ ആളുകളും അതിന്റെ അവകാശികളുമാണ് ഞങ്ങൾ. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. എത്ര തെളിവ് വേണം നിങ്ങൾക്ക്? ഞങ്ങൾ തരാം. എത്ര തെളിവ് വേണം ഞങ്ങൾക്ക് തരാം. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം താങ്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് എനിക്കറിയില്ല. ചിലപ്പം പുള്ളിക്കറിയാലോ. പുള്ളിക്ക് നമ്മളെ ഒന്ന് ഒതുക്കാൻ കിട്ടുന്ന ഒരു സമയമല്ലേ. അത് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹമായതുകൊണ്ട് ചെയ്യും. അതെന്നെ കൊടുത്തത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില പ്രിവിലേജ് ഇല്ലേ? ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇത്രയും മീറ്റർ ഉള്ളിൽ നിന്ന് ഈ ഗ്രനേഡ് പൊട്ടിക്കാവോ? വെള്ളം ചീറ്റാവോ? അത് ഞാൻ പറഞ്ഞല്ലോ.
ഞാൻ ശശി തരൂരും മാത്യു സംസാരിച്ചത്. ഞാനല്ല സംസാരിച്ചത്, ശശി തരൂരും മാത്യു കൂടെ. അപ്പോൾ ഇന്നലെ പോലീസ് ഉപയോഗിച്ച ഗ്രനേഡ് ഉയർത്തിക്കാട്ടിയാണ് കെ സുധാകരന്റെ വാർത്താ സമ്മേളനം. നിയമവാഴ്ച തകർന്നതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അത് ജനറലായി നവകേരള സദസ് കാസർഗോഡ് മുതൽ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ടുള്ള മർദ്ദനത്തിലൊക്കെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. 27 ബ്ലോക്ക് തലത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. ഇന്നലെ അവിടെ KPCCയുടെ പ്രതിഷേധ മാർച്ചിനിടെ വേദിയിലേക്ക് വീണ് പൊട്ടിയ ഗ്രനേഡ്, വാട്ടർ ജെറ്റ്, ജലപീരങ്കി അടക്കമുള്ളത് അത് കരുതിക്കൂട്ടി ചെയ്താണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതാണ്. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതിരൂക്ഷമായ ഓൾ ഔട്ട് അറ്റാക്ക് മുഖ്യമന്ത്രി സൈക്കോപാത്താണ്. അവരുടെ പൂർവ്വകാല കണ്ണൂർ രാഷ്ട്രീയത്തിലെ വാടിക്കൽ രാമകൃഷ്ണൻ, പിന്നീട് ആരെയോ എന്താ മൃതദേഹം അടക്കാൻ പോലും സമ്മതിക്കാത്ത ക്രൂരത എന്നൊക്കെ പറഞ്ഞ് പഴയ രാഷ്ട്രീയം ആവർത്തിക്കുന്നു. അപ്പോൾ എന്തായാലും കസേരയിൽ ഇരിക്കാൻ ഒരു അർഹതയുമില്ലാത്ത ആളാണ് DGP കസേരയിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നവകേരള സദസ്സിന് പിന്നാലെയും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജയന്തൻ ആർ പറയുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ. ക്രിസ്മസ് സ്റ്റോറി നന്നായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ മകൻ്റെ ക്യാമറ ആയതുകൊണ്ടായിരിക്കാം ജയന്തൻ. അതാരാ? കൊച്ചി സച്ചിൻ അച്ഛനാണോ? സച്ചിൻ മിടുക്കനാണോ? മിടുക്കനാ, ഗംഭീര ക്യാമറാമാനാണ്. അപ്പോൾ പൊളിക്കും.